Good afternoon. Good afternoon. Good afternoon. കുറവ് ആൾക്കാരാണല്ലോ കൂടുതൽ കേറുന്നുള്ളൂന്നല്ലേ? പ്രതീക്ഷിക്കാതെ വന്നതാണ് കേട്ടോ ഇന്ന്. ഓക്കെ, നമ്മൾക്ക് ആ വനങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തില്ലേ കേരള ജോഗ്രഫി? എവിടെ വരെ എഴുതിയ? ചോലവനങ്ങൾ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ചോലവനങ്ങൾ വരെ. ചോലവനങ്ങളുടെ പ്രത്യേകത എന്താ? ചോലവനങ്ങളുടെ ചോലവനങ്ങളുടെ പ്രത്യേകത എന്താ? വലിയ മരങ്ങൾ കാണപ്പെടുന്നു. ഒരേ പൊക്കത്തിലുള്ള മരങ്ങള് വളരുന്നതാണ് എന്താ ചോലവനങ്ങളുടെ പ്രത്യേകത കേട്ടോ. ഒരേ പൊക്കത്തിലുള്ള മരങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. പിന്നെ എവിടെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്ന ചോലവനങ്ങള്? മലമടക്കുകളില്. മലമടക്കുകളിലാണ് ചോലവനങ്ങൾ കാണപ്പെടുക. ഓക്കെ. കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന വനങ്ങൾ ഏതാ? കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന വനങ്ങള് ഏതാണ്? ഇല പൊഴിയുന്ന വനങ്ങളാണ് കാണപ്പെടുന്നേ. ഉഷ്ണമേഖല ഇല പൊഴിയും ആർദ്ര വനങ്ങൾ കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാണപ്പെടുന്ന വനങ്ങൾ ഏതാന്ന് ചോദിച്ചാല് അത് ഇല പൊഴിയും ആർദ്ര വനങ്ങളാണ്. ഇല പൊഴിയും ആർദ്ര വനങ്ങൾ. ഇനി അതുപോലെ തന്നെ ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങളുടെ പ്രത്യേകത എന്താ? അതും പറഞ്ഞതായിരുന്നു ക്ലാസ്സിൽ. പച്ചപ്പ് ഉണ്ടാവുകയുള്ളൂ. എന്തായിരുന്നു? ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ. അർദ്ധം മീൻസ് എന്താ? ഭാഗികമായിട്ടുള്ളന്നല്ലേ, പകുതി, അങ്ങനെയല്ലേ പറയുന്നത് അർദ്ധം? അതെ. നിത്യഹരിത വനങ്ങളുടെയും ഇലപൊഴിയും വനങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ ഒരുപോലെ പ്രകടമാക്കുന്നു. അതാണ് എന്ത്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഓക്കെ. അപ്പൊ ചോലവനങ്ങൾ എന്തായിരുന്നു? ചോലവനങ്ങള് ഒരേ പൊക്കത്തിലുള്ള മരങ്ങൾ കാണപ്പെടുന്നത്. ഇനി കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന വനങ്ങൾ ഏതാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും ആർദ്ര വനങ്ങൾ. ഓക്കെ. ഇനി ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ എന്താണ്? നിത്യഹരിത വനങ്ങളുടെയും ഇലപൊഴിയും വനങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ ഒരുപോലെ പ്രകടമാക്കുന്നു. ഇനി ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ എളുപ്പമാണ് പറയാനായിട്ട്. നിത്യഹരിതമാണ് അല്ലെ. നിത്യം മീൻസ് എന്താണ്? എപ്പോഴും അല്ലെ, എപ്പോഴും നിലനിൽക്കുന്ന. ഹരിതം മീൻ പച്ചപ്പ്. അപ്പൊ എന്തായിരിക്കും ഇത്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങള് പ്രത്യേകത എന്താ? നിലനിൽക്കുന്നത്. എന്താണ്? വർഷം മുഴുവൻ പച്ചപ്പ് നിലനിൽക്കുന്ന വനപ്രദേശങ്ങളാണെന്ത്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കേട്ടോ. നിത്യഹരിത വനങ്ങൾ എന്ന് ഒറ്റൊരൊറ്റ സെന്റൻസിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിൽ വന്ന വർഷം മുഴുവൻ എന്താണ്? പച്ചപ്പുണ്ടാവും. അതാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഇനി ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഭാഗികമായിട്ടുള്ളതാണ്. അതായത് പകുതിപ്പതി, അതായത് അതായത് ഒരു നിത്യഹരിത വനങ്ങളുടെയും അതുപോലെ തന്നെ ഇലപൊഴിയും വനങ്ങളുടെയൊക്കെ എന്താണ് സവിശേഷതകൾ മിക്സഡ് ആയിട്ടുള്ളതാണ് എന്ത്? അർദ്ധ നിത്യഹരിത വനങ്ങൾ. ഓക്കെ. ഇനി ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല ഇലപൊഴിയും ആർദ്ര വനങ്ങൾ എന്ന് പറഞ്ഞാല് അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ്. ഇനി ചോലവനങ്ങൾ എന്ന് പറഞ്ഞാല് ഒരേ പൊക്കത്തിലുള്ള മരങ്ങളാണ് എന്ത് എവിടെ കാണപ്പെടുന്നത്? ചോലവനങ്ങളില് കാണപ്പെടുന്നത്. ഓക്കെ. ഇനി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയാണ്? പീച്ചി. ഇടുക്കിയാണോ? പീച്ചി തൃശ്ശൂർ കേട്ടോ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? പീച്ചി തൃശ്ശൂര്. ഓക്കെ. ഇനി കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എവിടെയായിരിക്കും ഉണ്ടാവുക എപ്പോഴും? ഡിപ്പാർട്ട്മെന്റ് കോട്ടയത്താണോ ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നേ? തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ്. വഴുതക്കാട് തിരുവനന്തപുരം കേട്ടോ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വഴുതക്കാട് തിരുവനന്തപുരം. അപ്പൊ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്?
പേച്ചി തൃശ്ശൂർ. പീച്ചി തൃശ്ശൂർ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ്? തിരുവനന്തപുരം. വഴുതക്കാട് തിരുവനന്തപുരം. ഇനി കേരള ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? ഇടുക്കി. ഫോറസ്റ്റ് ട്രെയിനിങ് കൊടുക്കുന്ന, ട്രെയിൻ ചെയ്തെടുക്കുന്നതാ. അവരെ വളരെ സൂക്ഷ്മമായിട്ട് എന്താണ് ട്രെയിൻ ചെയ്തെടുക്കുക ചെയ്യുന്നത് അല്ലെ ഫോറസ്റ്റുകാരെ. അപ്പൊ എന്താണ് ഇപ്പൊ നമ്മൾ എന്താ അരിപ്പ തിരുവനന്തപുരമാണ്. അതൊന്ന് കണക്ട് ചെയ്യാം നമുക്ക്. നമ്മ എന്ത് സാധനങ്ങളും എന്താണ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പൊടിയൊക്കെ ഫ്ലോറൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒന്ന് അരിച്ചെടുക്കും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാ? വളരെ സൂക്ഷ്മമായിട്ടുള്ള ചെറു കണികകൾ വരെ എന്താണ് അതിന് വേണ്ടാത്ത സാധനങ്ങളൊക്കെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ എന്താണ് ഫോറസ്റ്റുകാരെ നല്ല രീതിയിൽ എന്താണ് നല്ല രീതിയിൽ വാർത്തെടുക്കാൻ, അവരുടെ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള വീക്ക് പോയിന്റ് പോലും തിരുത്തിയിട്ട് അവരെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോ കേരള ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെയിനിങ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അരിക്കാനാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അരിപ്പ തിരുവനന്തപുരം. കണക്ഷൻ കിട്ടിയോ? കിട്ടിയല്ലേ? കേരള ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോറസ്റ്റുകാരെ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് അരിപ്പ ഉപയോഗിക്കുന്നത് എന്ന് പഠിച്ചാൽ മതി കേട്ടോ. അരിപ്പ തിരുവനന്തപുരം. ഓക്കെ. നെക്സ്റ്റ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എവിടെയാ? കോട്ടയം. അത് കോട്ടയമാണ്. കേരള ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയം. കേരള ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയമാണ്. കോർപ്പറേഷൻ നോക്കുമ്പോ കോട്ടയം കേട്ടോ. കോ വെച്ച് നോക്കിയാൽ മതി കേട്ടോ. കേരള ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയം. അപ്പൊ ഒന്നും കൂടി ചോദിക്കുക അല്ലെ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? തൃശ്ശൂർ. തൃശ്ശൂർ. ഇനി കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വഴുതക്കാട് തിരുവനന്തപുരം. ഇനി കേരള ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം. ഓക്കെ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയം. കിട്ടിയോ നിങ്ങൾക്ക്? കിട്ടിയല്ലേ? ഓക്കെ. ഇനി എവിടെ നിന്ന് ചോദിച്ചാലും പറയോ? മാറിപ്പോവില്ലല്ലോ ഇനി? ഇല്ല. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് എവിടെയാ? കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി. കടലുണ്ടി വള്ളിക്കുന്ന്. കമ്മ്യൂണിറ്റിക്ക് ഒരു കായുണ്ട് അല്ലെ. കടലുണ്ടിക്ക് എന്തുണ്ട്? ഒരു കായുണ്ട്. അങ്ങനെ ഓർത്തു വെക്കുക കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന്. ഓക്കെ. ഇനി കേരളത്തിലെ കണ്ടൽക്കാട് മ്യൂസിയം. കേരളത്തിലൊരു കണ്ടൽക്കാട് മ്യൂസിയം ഉണ്ട്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അറിയാമോ? കണ്ണൂരാണ്. കൊയിലാണ്ടി കേട്ടോ. കൊയിലാണ്ടി. അവിടെയാണ് കണ്ടൽക്കാട് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കൊയിലാണ്ടി. കണ്ടൽക്കാടിന് ഉണ്ടായിണ്ട് അല്ലെ. കൊയിലാണ്ടിക്ക് എന്തുണ്ട്? ഉണ്ടായിണ്ട് അല്ലെ ലാസ്റ്റ്. ഓക്കെ. അത് വെച്ചൊന്ന് ഓർത്തു വയ്ക്കുക. കേരളത്തിലെ കണ്ടൽക്കാട് മ്യൂസിയം കൊയിലാണ്ടി. ഓക്കെ. അപ്പോ കമ്മ്യൂണിറ്റി റിസർവ് എവിടെയാണ്? കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന്. ഇനി കണ്ടൽക്കാട് മ്യൂസിയോ? കൊയിലാണ്ടി. ഓക്കെ. ഇനി കേരളത്തിലെ വനവികസനത്തിനായുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പേര് എന്താ? നമ്മൾ നേരത്തെ ഒരു ഡെവലപ്മെന്റ് പഠിച്ചില്ലേ? കേരള ഫോറസ്റ്റ് എവിടെ? എന്താ കോട്ടയത്തുള്ളത്? എന്താ? ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അപ്പൊ ഈ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് കേരളത്തിലെ വനവികസനത്തിനായുള്ള പൊതുമേഖലാ സ്ഥാപനം. ഓക്കെ. അപ്പൊ വനവികസനത്തിനായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പേര് ചോദിച്ചാൽ ഏത് പറഞ്ഞാൽ മതി? കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അതിനകത്ത് തന്നെ ഉണ്ടല്ലേ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താ? വികസനം അല്ലേ. അപ്പൊ വനത്തിന്റെ വികസനത്തിനായിട്ടാണ് ആ സ്ഥാപനം നിലവിൽ വന്നത്. ഓക്കെ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതായിരുന്നു? കടലുണ്ടി വള്ളിക്കുന്ന്. ഇനി കേരളത്തിലെ കണ്ടൽക്കാട് മ്യൂസിയം
കൊയിലാണ്ടി. ഓക്കെ. കേരളത്തിലെ വനവികസനത്തിനായുള്ള പൊതുമേഖലാ സ്ഥാപനം കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഓക്കെ. ഇനി കേരളത്തിലെ ആകെ ഫോറസ്റ്റ് ഡിവിഷനുകളുടെ എണ്ണം 36. എത്രയാ? 36. ഓക്കെ, 36. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, അന്ന് പറഞ്ഞില്ലല്ലോ ഇത്. ഇല്ല. ഇല്ല അല്ലേ? ഓക്കെ. ടീച്ചർ ചോദ്യം നോക്കി പറയൂ. കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ 36 എണ്ണമാണ് കേട്ടോ ഫോറസ്റ്റ് ഡിവിഷനുകളുടെ എണ്ണം. വിസ്തൃതി കൂടിയത് ഏതാണ് വിസ്തൃതി കൂടിയത്? റാന്നിയാണോ? റാന്നിയാണ് കേട്ടോ. റാന്നി. കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷനാണ് റാന്നി കേട്ടോ. വിസ്തൃതി കൂടുതലാണ് റാന്നിക്ക്. ഇനി ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ആണെന്ത്? തെന്മല. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം, തിരുവനന്തപുരം. എല്ലാവർക്കും അറിയാം അല്ലെ? ഓക്കെ. അപ്പൊ കേരളത്തിൽ എത്ര ഫോറസ്റ്റ് ഡിവിഷനുകളാണുള്ളത്? 36. ഇനി കേരളത്തിലെ വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ റാന്നി. ഓക്കെ. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല. ഓക്കെ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. ഓക്കെ. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ? ഉഷ്ണമേഖല ഇലപൊഴിയും ആർദ്ര ഇലപൊഴിയും കാടുകളാണ്, അല്ലെങ്കിൽ ഇലപൊഴിയും വനങ്ങളാണ് എന്ത് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കേരളത്തിൽ ചന്ദന മരങ്ങളുള്ള ഏക വനം എവിടെയാണ്? അല്ലേ? മറയൂർ എവിടെയാണ്? മറയൂര്, ഇടുക്കി. ഓക്കെ. ഇനി ആദ്യത്തെ റിസർവ് വനം ഏതാണ്? ആദ്യത്തെ റിസർവ് വനം കോന്നിയാണ് കേട്ടോ. 1888 1888 കേട്ടോ. 888. ഓക്കെ. ആ ഒരു ഡേറ്റിലാണ് 1888 തിരുവിതാംകൂറിലെ ആദ്യത്തെ റിസർവ് വനമായിട്ട് കോന്നി പ്രഖ്യാപിക്കപ്പെട്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഏതാണ് ഡേറ്റ്? 1888 കോന്നിയെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചത്. ഇനി ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം. ആലപ്പുഴ ജില്ലയില് ഒരെണ്ണം. എന്താ പേര്? വിയ്യപുരമാണ് അല്ലെ? ഹരിപ്പാടാണ് കേട്ടോ. ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അത്, വിയ്യപുരം. ഓക്കെ. ഇനി വനവിസ്തൃതിയിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം. എത്രാം സ്ഥാനം കേരളം വനവിസ്തൃതി ആണെങ്കില്? എത്രയാ മോനെ ഷിജിനെ? 3 അല്ല, വനവിസ്തൃതിയിൽ 13ാമത്തെ സ്ഥാനം. 13ാമത്തെ സ്ഥാനത്താണ് കേരളം കിടക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാ? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ ഓക്കെ. ഇനി കേരളത്തിൽ ചന്ദന മരങ്ങളുള്ള ഏക വനം ഇടുക്കി. ഓക്കെ. എന്നാണ് കോന്നി ആദ്യത്തെ റിസർവ് വനം ഏതാ? കോന്നി. എന്നാണ് ആദ്യമായിട്ട് അങ്ങനെ പ്രഖ്യാപിച്ചത് കോന്നിയെ റിസർവ്? 1888. ഓക്കെ. ഇനി ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം വിയ്യപുരം. വനവിസ്തൃതിയിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാ? 13 അല്ലേ?
നെക്സ്റ്റ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം എപ്പോഴാ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത്? 1900 ആസ്ഥാനം വരുന്നത് എവിടെയാണ്? 1965. പീച്ചി തൃശ്ശൂർ അല്ലെ? ആ ഒരു സ്ഥലത്ത് പീച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് അത് നിലവിൽ വന്ന വർഷം എന്നാണ് 1975. 1975. 75ന്റെ പ്രത്യേകത എന്താ? 1975 എന്തായിരുന്നു? ഹിസ്റ്ററി ഒന്ന് ഓർത്ത് നോക്കി. എന്താ? എമർജൻസി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷമാണ് അല്ലെ? ആ സമയത്താണ് എന്ത് വന്നത്? ഇവിടെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് കേട്ടോ. ഇനി കേരളത്തിലെ നിത്യഹരിതവനം ഏതാണ്? സൈലന്റ് വാലി. കേരളത്തിലെ നിത്യഹരിതവനമാണ് സൈലന്റ് വാലി, എല്ലാവർക്കും അറിയാലോ. ഇനി പശ്ചിമഘട്ട മലനിരകളിലാണ് കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത്. അപ്പൊ എവിടെയാ കാണപ്പെടുന്നത്? പശ്ചിമഘട്ടത്തിലാണ് കൂടുതലായിട്ട് എന്ത് കാണപ്പെടുന്നത്? നിത്യഹരിത വനങ്ങൾ നമ്മൾ കാണാം. ഓക്കെ. ഇനി ലോക ബാങ്കിന്റെ സഹായത്തോടെ കേരള ഗവൺമെന്റ് കേരള വനവൽക്കരണ പരിപാടി ആരംഭിച്ചത് എന്നാണ്? ലോകബാങ്കിന്റെ സഹായത്തോടെ കേരള ഗവൺമെന്റ് കേരള വനവൽക്കരണ പരിപാടി ആരംഭിച്ചത് എന്നാന്നറിയാമോ നിങ്ങക്ക്? 1998 1998 കേട്ടോ. 1998 പ്രത്യേകത എന്താ? ഒരു പ്രത്യേകത ഉണ്ടല്ലോ കേരളത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച്. എന്താണ്? കേരളത്തിലാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് അല്ലെ? 1998 ഫേമസ് ആയിട്ടുള്ളതൊന്നും ഉണ്ടല്ലോ, ഒന്ന് ഓർത്ത് നോക്കിയാലും. കുടുംബശ്രീ, അത് തന്നെ കേട്ടോ. കുടുംബശ്രീ നിലവിൽ വന്നത് എവിടെയാ? എന്നാ? അത് 1998 ഓക്കെ. ആദ്യമായിട്ട് നിലവിൽ വന്നത് മലപ്പുറം ജില്ലയിൽ. നടപ്പിലാക്കിയത് എവിടെയാ? ഏത് ജില്ലയിലാ? മലപ്പുറത്ത് നിലവിൽ ആലപ്പുഴ. നടപ്പിലാക്കിയത് ആലപ്പുഴ. കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? മറന്നു പോവാതിരിക്കാനാണ് കേട്ടോ ഈ പറഞ്ഞു തരുന്നത്. എന്തെങ്കിലും ഒരു വർഷം പഠിക്കുമ്പോ ബാക്കിയുള്ള വർഷങ്ങളും കൂടി പഠിച്ചു പോവുക ചെയ്യുന്നത്. ഓക്കെ. ഇനി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് നിലവിൽ വന്ന വർഷം എപ്പോഴാ? സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് 2005. 2005ന്റെ പ്രത്യേകത എന്താ? വിവരാവകാശ നിയമം. വിവരാവകാശം അല്ലെ? വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നതാണെന്ന് 2005. ഓക്കെ. അപ്പോ ആ സമയത്ത് തന്നെയാണ് എന്ത് വന്നേ? സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകരിച്ചതും. ഓക്കെ. വനവിസ്തൃതിയിൽ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറഞ്ഞു ഒന്നും കൂടെ. 13. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം 1975. ഓക്കെ. കേരളത്തിലെ നിത്യഹരിത വനം സൈലന്റ് വാലി. ഓക്കെ. ഇനി ലോകബാങ്കിന്റെ സഹായത്തോടു കൂടി കേരള ഗവൺമെന്റ് കേരള വനവൽക്കരണ 98. ആരംഭിച്ചത് 98. 98 എന്താ വന്നത്? ഒന്നുകൂടെ പറയോ? കുടുംബശ്രീ കേട്ടോ. കുടുംബശ്രീ വന്നത് 98ലാണ്. 1998ലാണ്. ആദ്യം നിലവിൽ വന്നത് മലപ്പുറത്താണ്. എന്നാൽ അത് നടപ്പിലാക്കിയത് ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. ആരായിരുന്നു പ്രധാനമന്ത്രി? വാജ്പേയി. അടൽ ബിഹാരി വാജ്പേയി ആണ് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ പദ്ധതിക്ക്, കുടുംബശ്രീയുടെ. അടൽ ബിഹാരി വാജ്പേയി. ഇനി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകരിച്ച വർഷം 2005.
ഓക്കെ, ഇനി കുറച്ച് ഹരിത വനവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളാണ് കേട്ടോ. ഹരിത പദ്ധതികളാണ് ചോദിക്കുന്നത്, അറിയാവുന്നതാണെങ്കിൽ പറയാം. സംസ്ഥാന കലാലയങ്ങൾ ഹരിതാഭമാക്കാനുള്ള വിദ്യാഭ്യാസ വനം വകുപ്പുകളുടെ സംയുക്ത പരിപാടി. എന്താ? സംസ്ഥാന കലാലയങ്ങൾ ഹരിതാഭമാക്കാനുള്ള വിദ്യാഭ്യാസ വനം വകുപ്പുകളുടെ സംയുക്ത പരിപാടി. ഹരിതാഭമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചെടി ചെടികൾ വെച്ച് പിടിപ്പിക്കണം. എന്ത് ചെയ്യണം? മരം വെച്ച് പിടിപ്പിക്കണ്ടേ? മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കണം. വെച്ച് പിടിപ്പിക്കണം അല്ലെ? എല്ലാരും കൂടി അല്ലേ വെച്ച് പിടിപ്പിക്കുന്നേ? സ്കൂളുകളിലെ മൊത്തം കുട്ടികളല്ലേ, അവരൊക്കെ കൂടി ചേർന്നിട്ടല്ലേ, കലാലയങ്ങളിലെ മൊത്തം ആളുകൾ ചേർന്നിട്ടല്ലേ, പിള്ളേര് ചേർന്നിട്ടല്ലേ വെച്ച് പിടിപ്പിക്കുന്നേ? അപ്പൊ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുമ്പോ എന്താ ഉണ്ടാവണേ? നമ്മളെന്നുള്ളൊരു ഇതുണ്ടാവും, ഒരു ഫീൽ ഉണ്ടാവും അല്ലെ? അപ്പൊ ആ പദ്ധതിയുടെ പേരാണ് എന്ത്? നമ്മുടെ മരം. കിട്ടിയോ? എന്താണ്? നമ്മുടെ മരം. സംസ്ഥാന കലാലയങ്ങള് ഹരിതാഭമാക്കാനുള്ള വിദ്യാഭ്യാസ വനം വകുപ്പുകളുടെ സംയുക്ത പരിപാടിയാണെന്ത്? നമ്മുടെ മരം. എല്ലാരും കൂടി ചേർന്നിട്ടാണ് കലാലയങ്ങളിൽ ഇത് ചെയ്യുന്നത്. ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും, നമ്മൾ എന്ന് പറയും അല്ലെ? അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? നമ്മുടെ മരം എന്ന് പറയുന്നത്. പദ്ധതിയുടെ പേരാണ് നമ്മുടെ മരം. നെക്സ്റ്റ്, വനം വകുപ്പും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതി. അതെന്തായിരിക്കും അപ്പൊ? എന്റെ മരം. ഇത് എന്റെ മരമാണ് കേട്ടോ. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അതുപോലെ തന്നെ വനം വകുപ്പും കൂടി ചേർന്നിട്ട് സംയുക്തമായി എന്ത് ചെയ്യുന്നു? സംഘടിപ്പിക്കുന്നതാണെന്ത്? എന്റെ മരം. ഇനി വിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം. എന്താ? വനവിഭവങ്ങളൊക്കെ എന്ത് ചെയ്യും? സമാഹരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മള് വിപണനം ചെയ്യും, അത് വിൽക്കും അല്ലെ? അതിനെ പറയുന്ന പേരാണെന്ത്? വനശ്രീ. വനശ്രീ എന്നാണ് കേട്ടോ. വനത്തിൽ ഉണ്ടാകുന്ന വിഭവങ്ങളൊക്കെ സമാഹരിച്ചുകൊണ്ട് അത് വിപണനം ചെയ്യുന്നതാണെന്ത്? വനശ്രീ എന്ന് പറയുന്നത്. കിട്ടുന്നുണ്ടോ? അപ്പൊ ഞാൻ ഒന്നും കൂടി ചോദിക്കാം. സംസ്ഥാന കലാലയങ്ങൾ ഹരിതാഭമാക്കാനുള്ള വിദ്യാഭ്യാസ വനം വകുപ്പുകളുടെ സംയുക്ത പരിപാടി. നമ്മുടെ മരം. മരം. വനം വകുപ്പും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതി. എന്താ? എന്റെ മരം. ഓക്കെ. ഇനി വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം. എന്താ? വനശ്രീ. വനശ്രീ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. തീരപ്രദേശത്തെ ജൈവ സംരക്ഷണം ലക്ഷ്യമാക്കി കേരളത്തിലെ വനം മത്സ്യബന്ധന വകുപ്പുകൾ ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതി എന്തായിരിക്കും? ഹരിത തീരം. ഹരിത തീരം കേട്ടോ. തീരപ്രദേശത്തെ ജൈവ സംരക്ഷണം ലക്ഷ്യമാക്കിയിട്ട് കേരളത്തിലെ വനം മത്സ്യബന്ധന രണ്ട് വകുപ്പും കൂടി ചേർന്നിട്ട്, അതായത് ഫോറസ്റ്റും ഫിഷറീസും കൂടി ചേർന്നിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ്. അത് നമ്മുടെ കോസ്റ്റൽ ഏരിയയിലേക്ക്, തീരപ്രദേശത്തേക്ക് ജൈവ സംരക്ഷണം ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് അതിന്റെ പേര് ഹരിത തീരം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, തീരപ്രദേശം ആയതുകൊണ്ടാണ് ആ ലാസ്റ്റ് ഹരിത കഴിഞ്ഞിട്ട് ലാസ്റ്റ് തീരം എന്ന് പറയുന്നത് കേട്ടോ. ഹരിത തീരം. കിട്ടിയോ? കിട്ടി. പറഞ്ഞത് തീരപ്രദേശത്തെ ജൈവ സംരക്ഷണം ലക്ഷ്യമാക്കിയിട്ട് കേരളത്തിലെ വനം മത്സ്യബന്ധന വകുപ്പുകൾ ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണെന്ത്? ഹരിത തീരം എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതി ഏതാ? ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതി ഏതായിരിക്കും? ഒരു പദ്ധതിക്ക്, ഇപ്പൊ ഞാൻ പറഞ്ഞതില് ഒരു പദ്ധതിക്കാണ് ഈ ഒരു അവാർഡ് കിട്ടിയത്. എന്റെ മരം കേട്ടോ, എന്റെ മരമായിരുന്നു. എന്റെ മരത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? എന്റെ മരം എന്താ ഞാൻ പറഞ്ഞേ? സംസ്ഥാന വിദ്യാഭ്യാസ വനംവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും അല്ലെ സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പദ്ധതിയാണെന്ത്? എന്റെ മരം.
ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. തരിശുഭൂമിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നോക്കുക. തരിശുഭൂമിയിൽ വനവൃക്ഷങ്ങളും ബലവൃക്ഷങ്ങളും വെച്ചു പിടിപ്പിച്ച് കേരളത്തിൽ ഹരിതവൽക്കരണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹരിത കേരളം മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി. ഹരിത കേരളം മിഷൻ എന്ന് പറയുന്നതാണ് ഇത് നടപ്പിലാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നടപ്പിലാക്കുന്നത്? അതായത് തരിശായി കിടക്കുന്ന ഭൂമിയിലൊക്കെ എന്ത് വെച്ച് പിടിപ്പിക്കണം? വനങ്ങളും വനവൃക്ഷങ്ങളും ബലവൃക്ഷങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് കേരളത്തിലെ മൊത്തം എന്താണ് ഒരു പച്ചപ്പ് ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇതാക്കുന്നത്. ഈ ഒരു പദ്ധതി ഹരിത കേരളം മിഷനാണ് നടപ്പിലാക്കുന്നത്. എന്തായിരിക്കും അപ്പൊ? ഒരു പച്ചപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. തരിശായി കിടക്കുന്ന ഭൂമിയിലാണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഭൂമിയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ എന്തുണ്ടാവും അവിടെ? ഒരു പച്ചപ്പ് ഉണ്ടാവില്ലേ? ഇല്ലേ? ഉണ്ടാവും. ദൂരെ നിന്ന് നോക്കുന്നവർക്ക് തരിശുഭൂമി ആയിരുന്നു നേരത്തെ അല്ലെ? അപ്പൊ ദൂരെ നിന്ന് നോക്കുന്നവർക്ക് ഒരു തുരുത്തായിട്ട് കാണപ്പെടും. ഓക്കെ, അപ്പോ പച്ചത്തുരുത്ത്. ആ പദ്ധതിയുടെ പേരാണ് കേട്ടോ പച്ചത്തുരുത്ത് കേട്ടോ. തരിശുഭൂമിയില് അത് ഓർത്തിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ? തരിശായി കിടക്കുന്ന ഭൂമിയില് ഫലവൃക്ഷങ്ങളും വനവൃക്ഷങ്ങളും ഒക്കെ വെച്ചു പിടിപ്പിച്ച് ദൂരെ നിന്ന് നോക്കുന്നവർക്ക് കാണുമ്പോഴെന്താണ്? പച്ച, അതായത് ഫുള്ളായിട്ട് പച്ച തുരുത്ത് പോലെ കാണപ്പെടും. അപ്പൊ ആ പദ്ധതിയാണ് പച്ചത്തുരുത്ത്. പിടികിട്ടിയോ? മിസ് ചെയ്ത വനം വകുപ്പും വേറെ ആരും തമ്മില? ഏതാണ് മോനെ? ഇത് ഹരിത കേരളം മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേട്ടോ. താങ്ക് യു മിസ്സേ. ഹരിത കേരളം മിഷൻ, അതാണ് പച്ചത്തുരുത്ത് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? പച്ചത്തുരുത്ത് ജില്ല കേരളത്തിലെ ആദ്യത്തെ? കാസർഗോഡ്. ആണോ? കേരളത്തിലെ കാസർഗോഡല്ലേ? കാസർഗോഡാണോ? അതൊന്ന് കണ്ടുപിടിച്ചിട്ട് വരിക കേട്ടോ, കണ്ടുപിടിച്ചിട്ട് വരിക. അങ്ങനെയാണ് കണ്ടത്. അങ്ങനെയാണോ കണ്ടത്? അതെ. ഒന്ന് നോക്കിയിട്ട് വരിക കേട്ടോ കറക്റ്റ് ആൻസർ. കേരളത്തിലെ ആദ്യത്തെ നിങ്ങൾക്ക് തരുന്നൊരു ഹോംവർക്ക് ആയിട്ട് കൂട്ടിയാൽ മതി. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് വരിക. ഇനി അടുത്തത് ഒരു പദ്ധതിയും കൂടി ഉണ്ട്. വനമഹോത്സവത്തിന്റെ ഭാഗമായി വനമഹോത്സവം. ആരാ വനമഹോത്സവത്തിന്റെ? ആരാച്ചേരതിന്റെ? കെ മുൻഷിയാണ് അല്ലെ? ഓക്കെ, കെ മുൻഷി. വനമഹോത്സവത്തിന്റെ ഭാഗമായി സാമൂഹ്യ വനവൽക്കരണ വിഭാഗം വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതി ആരാ? എന്താ പദ്ധതിയുടെ പേരെന്താ? വനമഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ്. ആ ഒരു സമയത്താണ് നടക്കുക? ഈ ഒരു ഇത് നടക്കുക കേട്ടോ. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്നു. വിദ്യാവനം കേട്ടോ. പദ്ധതിയുടെ പേരാണ് വിദ്യാവനം. ഓക്കെ, അപ്പൊ വനമഹോത്സവത്തിന്റെ ഭാഗമായിട്ട് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിദ്യാവനം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ. അപ്പൊ പിന്നെ ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതിക്കോളൂ കേട്ടോ, വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. ചെയ്യാം, നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഓപ്ഷൻ പറയും, ക്വസ്റ്റ്യൻ പറയും, ഓപ്ഷൻ പറയും. ലാസ്റ്റ് ഒരു 5 മിനിറ്റ് സമയവും തരും. കണ്ടുപിടിക്കുന്നവര് പെട്ടെന്ന് തന്നെ ആൻസർ പറയണ്ട, ലാസ്റ്റ് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരമാണോ? എന്താ? പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരമാണോ? എന്താണ് ഇപ്പൊ തന്നെ കിട്ടിയോ? തിരുവനന്തപുരം ആണോ? അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾക്ക് കാസർഗോഡ് നിന്ന് കുറെ പേർക്ക് സംശയം വന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് തന്നെ കണ്ടുപിടിക്കാൻ പറയുന്നതാ. ഓക്കെ, ചോദ്യം എഴുതിക്കോളൂ കേട്ടോ. വനവിസ്തൃതിയിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം പറയണ്ട കേട്ടോ. ഞാൻ ഓപ്ഷൻ തരാം, നിങ്ങൾ എഴുതിയാൽ മതി. വനവിസ്തൃതിയിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം. ഓപ്ഷൻ എ 11,
ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 13, ഓപ്ഷൻ ഡി 14. പതിനൊന്ന്, 12, 13, 14. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. പറഞ്ഞു. ലോകബാങ്കിന്റെ സഹായത്തോടെ കേരള ഗവൺമെന്റ് കേരള വനവൽക്കരണ പരിപാടി ആരംഭിച്ച വർഷം. മിസ് ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? ചെയ്യാലോ. ലോകബാങ്കിന്റെ സഹായത്തോടെ കേരള ഗവൺമെന്റ് കേരള വനവൽക്കരണ പരിപാടി ആരംഭിച്ച വർഷം. ഓക്കെ, ഓപ്ഷൻ പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ 1994, ഓപ്ഷൻ ബി 1995, ഓപ്ഷൻ സി 1996, ഓപ്ഷൻ ഡി 1998. ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ചോദ്യം. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല. ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി പത്തനംതിട്ട, ഓപ്ഷൻ ഡി ആലപ്പുഴ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതി. ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതി.
ഓപ്ഷൻ എ എന്റെ മരം. ഓക്കെ, ഓപ്ഷൻ എ എന്റെ മരം. ഓപ്ഷൻ ബി എന്റെ വനം. ഓപ്ഷൻ സി പച്ചത്തുരുത്ത്. ഓപ്ഷൻ ഡി ഹരിത തീരം. ഹരിത തീരം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ കേരള വന നിയമം. ഓപ്ഷൻ എ കേരള വന നിയമം 1961. ഓക്കെ, അതിന്റെ കൂടെ തന്നെ എഴുതേണ്ടത് കേരള വന നിയമം, ഒരു ഹൈഫൻ ഇടാം, 1961 എന്ന് എഴുതാം. ഇനി ഓപ്ഷൻ ബി കേരള വൃക്ഷ സംരക്ഷണ നിയമം. കേരള വൃക്ഷ സംരക്ഷണ നിയമം 1986. കേരള വൃക്ഷ സംരക്ഷണ നിയമം 1986. ഇനി ഓപ്ഷൻ സി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് 2005. ഓക്കെ, 2005. ഇനി തിരുവിതാംകൂർ വനസംരക്ഷണ നിയമം 1889. 1889. തിരുവിതാംകൂർ വനസംരക്ഷണ നിയമം 1889. ഓക്കെ, ഇനി അടുത്തത് കേട്ടോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംസ്ഥാന കലാലയങ്ങൾ ഹരിതാപമാക്കാനുള്ള വിദ്യാഭ്യാസ വനം വകുപ്പുകളുടെ സംയുക്ത പരിപാടി. ഓപ്ഷൻ എ എന്റെ മരം. ഓപ്ഷൻ എ എന്റെ മരം. ഓപ്ഷൻ ബി നമ്മുടെ മരം. ഓപ്ഷൻ സി തണലോരം. ഓപ്ഷൻ സി തണലോരം. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഓക്കെ, എഴുതി എല്ലാവരും? എഴുതി. ഓക്കെ, അമ്പിളി മാത്രമാണ് കേട്ടോ റിപ്ലൈ ചെയ്യുന്നത് എപ്പോഴും. വെരി ഗുഡ്. ബാക്കി ആരും റിപ്ലൈ ചെയ്യുന്നില്ല ഇടയ്ക്ക്. അമ്പിളി മാത്രം ഇങ്ങനെ പറയും, എന്ത് ചോദിക്കുമ്പോഴും അമ്പിളി പറയും ചെയ്തു. അപ്പൊ നമുക്ക് അതായത് ഞാൻ നിങ്ങളെ കാണുന്നില്ലല്ലോ, അപ്പൊ നിങ്ങളുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്ന ഇടയ്ക്ക് കിട്ടിയോ എഴുതി കഴിഞ്ഞോ എന്നൊക്കെ കേട്ടോ.
അത് ബുജിയാണ്. മിസ് സ്പീഡാണ് എന്ന്. ഞാൻ സ്പീഡാണോ? സ്പീഡ് ഉണ്ടോ? മിസ്സില്ല, മിസ്സല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അവനല്ല പറഞ്ഞ മിസ്സേ. സൗണ്ട് വെച്ചിരുന്നതാണ് മിസ്. ഓക്കെ, അമ്പിളിച്ചി. മിസ് അതെ എല്ലാരും കൂടി ഓണാക്കി പറയുമ്പോ ചിലപ്പോ സൗണ്ട് ഡിസ്റ്റർബൻസ് വരും. അതാണ് മറ്റേ ഇമോജി ഇടുന്നത്. അതാണ് ഓക്കെ. ഒരാൾ തംസപ്പ് ഇടുന്നത്. അതാണ് സാറില്ല, അമ്പിളി തന്നെ പറഞ്ഞത്. നിങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് അമ്പിളിയെ നിയമിച്ചിരിക്കുന്നു. കേട്ടോ അമ്പിളി? ഓക്കെ മിസ്സേ. ഓക്കെ അമ്പി ചേച്ചി പറയൂ. ഓക്കെ. വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം കേട്ടോ. അടുത്തത് വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം. എ 1961, ബി 1969, സി 1972, ഡി 1973. മിസ് ഓപ്ഷൻ ഒന്നുകൂടി പറയോ? ഓപ്ഷൻ എ 1961, ഓപ്ഷൻ ബി 1969, സി 72, 1972, ഇനി ഡി 1973. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി 8th ക്വസ്റ്റ്യൻ കേട്ടോ. നിത്യഹരിത വനങ്ങളുടെയും ഇലപൊഴിയും വനങ്ങളുടെയും സ്വഭാവ വിശേഷങ്ങൾ ഒരുപോലെ പ്രകടമാക്കുന്ന വനപ്രദേശം. കിട്ടിയില്ലേ? നിത്യഹരിത വനങ്ങളുടെയും ഇലപൊഴിയും വനങ്ങളുടെയും സ്വഭാവ വിശേഷങ്ങൾ മീൻസ് സ്വഭാവ സവിശേഷതകൾ ഒരുപോലെ പ്രകടമാക്കുന്ന വനപ്രദേശം. ഓക്കെ, കിട്ടിയോ ആഷ്ലി? കിട്ടി. ഇനി ഓപ്ഷൻ എ ചോലവനങ്ങൾ. ഓപ്ഷൻ ബി ഉഷ്ണമേഖല ഇലപൊഴിയും ആർദ്രവനങ്ങൾ. ഓപ്ഷൻ ബി ഉഷ്ണമേഖല ഇലപൊഴിയും ആർദ്രവനങ്ങൾ. ഓപ്ഷൻ സി ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ. ഓപ്ഷൻ സി ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ. ഓപ്ഷൻ ഡി പുൽമേടുകൾ. ഓക്കെ, അപ്പോ ഓപ്ഷൻ എ ചോലവനങ്ങൾ, ഓപ്ഷൻ ബി ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഓപ്ഷൻ സി ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, അർദ്ധ നിത്യഹരിത വനങ്ങൾ, ഓപ്ഷൻ ഡി പുൽമേടുകൾ. കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് കേട്ടോ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം. ഓപ്ഷൻ എ പീച്ചി.
ഓപ്ഷൻ ബി കളമശ്ശേരി, ഓപ്ഷൻ സി വഴുതക്കാട്, ഓപ്ഷൻ ഡി അരിപ്പ. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞോട്ടെ. പറഞ്ഞു. കേരളത്തിൽ റിസർവ് വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല. റിസർവ് വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കേട്ടോ. എ ആലപ്പുഴ, ബി പത്തനംതിട്ട, സി ഇടുക്കി, ആൻഡ് ഡി കോട്ടയം. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ബുക്കിലുള്ളതല്ല. ആ വനങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങൾക്ക്, അതായത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നല്ല ഇലപൊഴിയും വനങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്കൊന്ന് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ഇടുന്നതാണ്. എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ, നോട്ടൊന്നും നോക്കരുത് കേട്ടോ. മീൻസ് അതായത് ഇതിന്റെ നോട്ട് നിങ്ങൾ എഴുതിയത് നോക്കരുത്, തനിയെ കിട്ടുമെന്ന് നോക്കാം കേട്ടോ. എഴുതാനായിട്ട് ട്രൈ ചെയ്യുക. വർഷം മുഴുവൻ പച്ചപ്പ് നിലനിൽക്കുന്ന വനങ്ങളുടെ പേര് കേട്ടോ. ആ പേര് ഓർത്തെടുത്ത് എഴുതുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പൊ എത്ര എണ്ണം എഴുതി നമ്മൾ? 10 എണ്ണം അല്ലേ ഫിനിഷ് ചെയ്തത്? 10 എഴുതി. 11ാമതായിട്ട് എഴുതാം കേട്ടോ. വർഷം മുഴുവനും പച്ചപ്പ് നിലനിൽക്കുന്ന വനങ്ങളുടെ പേര് എഴുതുക. ഓപ്ഷൻ ഇല്ല, ഓപ്ഷൻ തരില്ല കേട്ടോ ഞാനിതിന്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ചോലവനങ്ങളുടെ പ്രത്യേകത. ചോലവനങ്ങളുടെ പ്രത്യേകത എഴുതുക. എന്താണ് ചോലവനങ്ങളുടെ പ്രത്യേകത? ഇനി അടുത്തത് എഴുതിയോ? ചോലവനങ്ങളുടെ പ്രത്യേകത എഴുതിയോ? എഴുതി. നിത്യഹരിത വനങ്ങളുടെയും ഇലപൊഴിയും വനങ്ങളുടെയും സ്വഭാവ വിശേഷങ്ങൾ ഒരുപോലെ പ്രകടമാക്കുന്ന വനപ്രദേശം. നിത്യഹരിത വനങ്ങളുടെയും ഇലപൊഴിയും വനങ്ങളുടെയും എന്താ ഇപ്പൊ എഴുതിയതല്ലേ ക്വസ്റ്റ്യൻ? കുറച്ചു നേരം ഏതായിരുന്നു ക്വസ്റ്റ്യൻ? ഉണ്ടായിരുന്നോ നേരത്തേല്? നിത്യഹരിത പൊഴിയും വനങ്ങളുടെയും സ്വഭാവവിശേഷം ഉണ്ടായിരുന്നോ? 8ാമത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നു അല്ലേ? ഓക്കെ. പിന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വനം അതുണ്ടായിരുന്നോ ക്വസ്റ്റ്യനില്? ഇല്ല. അത് എഴുതിക്കോളൂ, ഇതിന് പകരമായിട്ട് അത് എഴുതിക്കോളൂ കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വനം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വനം ഏതാണ്? ഓക്കെ, ഓക്കെ, ആൻസർ വായിക്കാം കേട്ടോ. ആൻസർ വായിക്കാം.
ആദ്യത്തേന്റെ ആൻസർ വനവിസ്തൃതിയിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനമാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. 13ാമത്തെ സ്ഥാനമാണെന്ത് എന്തിനുള്ളത്? കേരളത്തിന്റെ വനവിസ്തൃതിയിൽ കേട്ടോ, 13. ഇനി രണ്ടാമത്തേത് 1998 ലോകബാങ്കിന്റെ സഹായത്തോടെ കേരള ഗവൺമെന്റ് കേരള വനവൽക്കരണ പരിപാടി ആരംഭിച്ചത് 1998 ഓക്കെ. ഇനി കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ലയാണ് വയനാട്. ഓക്കെ, ശതമാനാടിസ്ഥാനത്തില് വയനാടിനാണ് ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത്. ഇനി നാലാമത്തേത് ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതിയാണെന്ത്? ഏതാണ് നാലാമത്തെ വരുന്നത്? എന്റെ മരമാണ്. എന്റെ മരം. ഓക്കെ. ഇനി അഞ്ചാമത്തേത് എന്താ നിങ്ങൾ എഴുതിയേ? അഞ്ചാമത്തേത് ഡി ഓപ്ഷൻ തെറ്റ്. ഡി ഓപ്ഷൻ ഡി. തിരുവിതാംകൂർ വന സംരക്ഷണ നിയമം 1889 എന്നാണ് അല്ലെ. അത് തെറ്റാണ്. എന്നാണ് തിരുവിതാംകൂർ വന സംരക്ഷണ നിയമം? 1887. 1887. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഓക്കെ. ഇനി ആറാമത്തേതാണെന്ത്? സംസ്ഥാന കലാലയങ്ങൾ ഹരിതാഭമാക്കാനുള്ള വിദ്യാഭ്യാസ വനം വകുപ്പുകളുടെ ഏതായിരുന്നു അത്? ഞാൻ തന്നെ പറഞ്ഞത് നമ്മുടെ മരം. നമ്മുടെ മരം കലാലയങ്ങളിലാണ് അല്ലെ. നമ്മൾ എന്നുള്ളൊരു ഫീൽ ഉണ്ടാവണം അല്ലെ. അപ്പൊ നമ്മുടെ മരം. ഇനി വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം ഏതാ? ഏതാണ് ആൻസർ വരിക? വന്യജീവി സംരക്ഷണ നിയമം 22. 1972. ഓക്കെ. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ വരിക? സ്വഭാവ സവിശേഷതകൾ ഒരുപോലെ പ്രകടമാക്കുന്നത് ബി ആണോ? ഉഷ്ണമേഖല ഉഷ്ണമേഖല ഹരിത വനങ്ങൾ. ഓക്കെ. ഇനി കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആസ്ഥാനം വഴുതക്കാടാണ് കേട്ടോ. ഓക്കെ. ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും ഹെഡ് എപ്പോഴും തിരുവനന്തപുരത്താണല്ലോ ഇരിക്കുന്നത്. വഴുതക്കാട് തിരുവനന്തപുരം അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. എപ്പോഴും ഹെഡ് അല്ലെ, നമ്മുടെ ഹെഡ് എവിടെയാ? അത് തിരുവനന്തപുരത്താണ് അല്ലെ. അങ്ങനെ ഓർത്തു വെക്കുക. കേരളത്തിലെ റിസർവ് വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല പത്തനംതിട്ടയാണ് കേട്ടോ. ഓക്കെ. ഇനി വർഷത്തിൽ മുഴുവൻ സമയവും പച്ചപ്പ് നിലനിൽക്കുന്ന വനപ്രദേശത്തിന്റെ പേര്? ഉഷ്ണമേഖല. ഉഷ്ണമേഖല ഹരിതവനങ്ങൾ. ഓക്കെ. ഇനി അടുത്തത് എന്തായിരുന്നു? ഏതായിരുന്നു പ്രത്യേകത? മലമടക്കുകളിൽ കാണപ്പെടുന്ന ഒരേ ഉയരത്തിൽ കാണപ്പെടുന്ന ഒരേ ഉയരത്തിലുള്ള മരങ്ങൾ വളരുന്നതാണെന്ത്? ചോലവനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ഒരേ ഉയരത്തിലുള്ള മരങ്ങൾ. ഇനി അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് വനങ്ങള് ഏത് വനങ്ങളാ? ഉഷ്ണമേഖല ഉഷ്ണമേഖല, ആർദ്ര, ഇലപൊഴിയും മരങ്ങൾ കേട്ടോ. ഓക്കെ. അപ്പൊ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? 13 അല്ലേ? 13 ശരിയായോ? ഇല്ല, ഒന്ന് കിട്ടിയില്ല. വന്യജീവി സംരക്ഷണ നിയമം വന്യജീവി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം അത് കിട്ടിയില്ല അല്ലേ? ബാക്കി അതെനിക്കും കിട്ടിയില്ല. അടുത്തത് ശരിയാ. 13 കിട്ടിയാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ. 12. എനിക്ക് 12 ഉണ്ട്. 12 ഒരെണ്ണം തെറ്റി. ഇത് കിട്ടിയോ? ഈ ലാസ്റ്റത്തെ 3 എല്ലാവരും ശരിയായോ? അത് ശരിയായി. അത് ശരിയായല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലേ? വന്യജീവി സംരക്ഷണ നിയമം മിസ് പറഞ്ഞിട്ടുണ്ടായില്ല, അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായില്ല, അതുകൊണ്ട് കിട്ടിയിട്ടില്ല അല്ലേ? ഓക്കെ.
ഓക്കെ, ഈ ലാസ്റ്റത്തെ 3 കിട്ടിയല്ലോ, അതിനകത്ത് വന്നില്ല, ഡൗട്ട് വന്നില്ല. അത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഞാനത് പ്രത്യേകം എടുത്ത് പറഞ്ഞ കേട്ടോ. മാറിപ്പോകും എന്തൊക്കെ വനങ്ങളാണ് ഏതൊക്കെയാണെന്ന് ഇന്നത്തെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് പഠിക്കാൻ പറ്റിയത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് വനങ്ങൾ. ഇനി വന്യജീവി സങ്കേതങ്ങളാണ് കേട്ടോ ഉള്ളത്. വന്യജീവി സങ്കേതങ്ങള് അത് നമ്മൾക്ക് എന്തായാലും ഇന്ന് തുടങ്ങണ്ട, കാരണം കംപ്ലീറ്റ് ആവില്ല. നമ്മൾ ഇനി ഇന്നലത്തെ അത് ഇനി അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യണം. ട്രാൻസ് ഹിമാലയൊക്കെ ഇനി അടുത്ത ക്ലാസ്സിൽ അതേ ഞാൻ എടുക്കുള്ളൂ. അപ്പൊ ഇതെടുത്തിട്ട് കാര്യമില്ല. വന്യജീവി സങ്കേതങ്ങള് ഇപ്പോഴത്തെ ഇനിയൊരു ട്രാൻസ് ഹിമാലയ മറ്റേ ഗ്രാഫ് ഒക്കെ വെച്ച് പഠിപ്പിക്കാൻ നല്ലതാ. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ട്രാൻസ് ഹിമാലയത്തിനെ കുറിച്ച് ഇല്ല. ആരാണ് എന്താ ഈ പറഞ്ഞ? ട്രാൻസ് ഹിമാലയ മിസ് പണ്ട് പഠിപ്പിച്ചില്ലേ ഗ്രാഫ് ഒക്കെ വെച്ച്, ആ അതുപോലെ പഠിപ്പിക്കുവാൻ നല്ലതായിരുന്നു. ഞാൻ ഒരു ടോപ്പിക് യൂട്യൂബിലൊക്കെ നോക്കിയിട്ടൊന്നും കണ്ടില്ല. കണ്ടില്ല അല്ലേ? ഞാന് പഠിപ്പിക്കാം, അതുപോലെ പഠിപ്പിക്കാം. അതുകൊണ്ട് അതാണ് ഞാൻ വരച്ചിട്ട് വരാമെന്ന് പറഞ്ഞത്. അപ്പൊ പഠിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് കാരക്കോറൊക്കെ നിങ്ങൾ നോട്ട് എഴുതിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞത് ഇന്നലെ കേട്ടോ. പേടിക്കണ്ട, ട്രാൻസ് ഹിമാലയ ഒക്കെ നിങ്ങൾക്ക് ഞാൻ പഠിച്ചു തരാം കേട്ടോ. ആരും ടെൻഷൻ ആവണ്ട, എല്ലാം പഠിപ്പിച്ചിട്ടേ നിങ്ങളെ ഞാൻ വിടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതില്ല, സമയം എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്നത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നെടുത്തതില് ക്ലിയർ ആയില്ല? എല്ലാം കിട്ടിയില്ലേ എല്ലാവർക്കും? എല്ലാം കിട്ടി. എല്ലാം കിട്ടി കേട്ടോ. ഇനി ഒന്നും കൂടി വായിച്ചു നോക്കുക, റിവൈസ് ചെയ്യണം കേട്ടോ. അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും, നമുക്ക് കിട്ടില്ല പെട്ടെന്ന് കേട്ടോ. എന്താ വായിച്ച് ക്ലിയർ അല്ല മോളെ ധന്യ? ഫ്രൈഡേ അല്ലേ ഉള്ളൂ ഇനി വീക്കിന്റെ ക്ലാസ്? ഇന്ന് ടീച്ചർക്ക് സുഖമില്ല, ടീച്ചർക്ക് സുഖമില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നത് കേട്ടോ. എന്നെ പെട്ടെന്ന് വിളിച്ചപ്പോ ഞാൻ വന്നതാ. ഓക്കെ, അപ്പൊ നമ്മള് വനങ്ങള് ഒരു ഇത് വന്യജീവി സങ്കേതങ്ങൾ ഇനിയും കിടക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് ഞാൻ എടുക്കുന്നില്ല ഇപ്പൊ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ, നെക്സ്റ്റ് ഫ്രൈഡേ. ഓക്കെ, താങ്ക് യു മിസ്. എല്ലാവരും റെഡി ആയിട്ട് വരിക ട്രാൻസ്ഹിമാലയൊക്കെ പഠിക്കുമ്പോൾ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. ഈ സാറ്റർഡേ അല്ലേ ട്രിവാൻഡ്രത്ത് എക്സാം LDCയുടെ? എന്താ മോളെ ആദ്യത്തെ എക്സാം? LDCയുടെ ട്രിവാൻഡ്രത്ത്. ട്രിവാൻഡ്രത്ത് അടുത്ത മാസം അല്ലേ? ജൂലൈ 17 അല്ലേ? ജൂലൈ 17 അല്ലേ? ജൂലൈ 17 തോന്നുന്നത്. ജൂലൈ 17. വേറെ ഉണ്ട്, വേറെ ഏതൊരു ജില്ലക്കുണ്ടല്ലോ, വേറെ 2-3 പഠിച്ചായോ? തിരുവനന്തപുരത്താണോ? അല്ല, ഇടുക്കിയാണ്. തിരുവനന്തപുരത്ത് ഇറക്കണം. ആദ്യം നോക്കാം നമുക്ക് എങ്ങനെയാ വരുന്നതെന്ന് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം, അനലൈസ് ചെയ്യാം. കാരണം പ്രിലിംസ് പരിഷ്കാരം നിർത്തിയിട്ട് മെയിൻ ആയിട്ട് വരുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ വെച്ചിട്ടാണ് നമ്മൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പ്രിപ്പയർ തന്നെ ചെയ്ത് തുടങ്ങണം. ആളുകളൊക്കെ പകുതി മുക്കാലൊക്കെ ആയിട്ടുണ്ടാവും ചില ആളുകളൊക്കെ. അതൊന്നും നോക്കണ്ട, നമുക്ക് എത്രയാണോ സമയം തന്നിരിക്കുന്നത് അതിനുള്ളിൽ ആ സിലബസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്ന് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാം, എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എനിക്ക് തോന്നുന്നു 6, 7, 9 ക്ലാസ്സുകളുടെ ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം അതിനകത്ത് ഉണ്ടാവുമെന്ന് നോക്കാം. ഓക്കെ, നോക്കാം നമുക്ക് ടഫ് ആണോ ഇല്ലയോ എന്നൊക്കെ അടുത്ത മാസം വെയിറ്റ് ചെയ്യാം. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.